മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ട മകൾ, ഏക മകൾ, അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്ന നേരത്ത് ഹയാത്തിലുണ്ടായിരുന്ന ഏക മകൾ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ പിരിശത്തിന്റെ കനിയായിരുന്നു, കരളിന്റെ കഷ്ണമായിരുന്നു. മാത്രമല്ല കിതാബുകളിൽ കാണാം ഫാത്തിമ റളിയല്ലാഹു അൻഹ നടന്നു പോകുമ്പോ ബാക്ക് നോക്കിയെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നത് പോലെ നബി തങ്ങൾ അതേ കട്ട്, അതേ ആക്ഷന്. അതാണ് ഫാത്തിമത്തു ബിൽഅതു മിന്നി, ഫാത്തിമ എന്റെ എല്ലാമാണെന്ന് പറയപ്പെട്ട പിരിശത്തിന്റെ കനിയായ ഫാത്തിമാക്ക് പുതിയ ആപ്പിളയായിട്ട് എത്രയോ വലിയ ചന്തമുള്ളവർ വന്നിട്ടുണ്ട്, പണക്കാര് വന്നിട്ടുണ്ട്, വലിയ ആൾക്കാർ പ്രമാണിമാര് വന്നിട്ടുണ്ട്. ഞങ്ങള് കെട്ടിക്കോളാ നബിയെ എന്ന് പറഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ട്. പക്ഷേ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ എല്ലാമായ പിരിശപ്പെട്ട മകൾക്ക് ബുദ്ധിമതിയായ, സൗന്ദര്യവതിയായ, ദീനുള്ളവളായ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവാണെന്ന് പറയപ്പെട്ടിട്ടുള്ളവരായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ഹബീബായ നബി തങ്ങളെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത പുതിയാപ്പിളാരറിയാമോ? വലിയ പണക്കാരനല്ലാത്ത, സ്വന്തമായി വീടും കുടിലുമില്ലാത്ത, എന്നാലോ നല്ല ധീരനും അറിയപ്പെട്ട പണ്ഡിതനുമായിരുന്ന അലിയാർ തങ്ങള് മകൾ ഫാത്തിമയോട് പറഞ്ഞു, മോളെ നിനക്ക് ഞാനൊരു പുതിയാപ്പിളനെ കണ്ടുവച്ചിട്ടുണ്ട്. അത് അല്ലാഹു തആല സന്ദേശത്തിലൂടെ അറിയിച്ചതാണ്. ആ പുതിയാപ്പിള നീ വിചാരിക്കും പോലെ പണക്കാരനല്ല, പണത്തിന്റെ വളവളപ്പിൽ ഉറുമറിയുന്നവനല്ല. എന്നാലും ആർക്കും ഇല്ലാത്ത ഒന്ന് നിന്റെ മാപ്പിളക്കുണ്ട്. നിനക്ക് ഞാൻ തെരഞ്ഞെടുത്ത പുതിയാപ്പിള അലിയാർ തങ്ങൾക്കുണ്ട്. അതെന്തറിയുമോ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹു. നിന്റെ മാപ്പിള അലിയാർ തങ്ങള് നല്ലൊരു ആലിമാണ്. ഹറാമെന്ത് ഹലാലെന്ത് അയാൾക്കറിയാം, സത്യമെന്ത് കളവെന്ത് അയാൾക്കറിയാം, നീതി എന്ത് ന്യായമെന്ത് അയാൾക്കറിയാം. അങ്ങനെയുള്ള ഒരാള് ആണ് മോള് നിന്റെ പുതിയാപ്പിള. ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിന്റെ മുമ്പ് ഫാത്തിമ ഒരാളെ പോലും കണ്ടിട്ടില്ല, ഒരാള് പോലും ഫാത്തിമ കണ്ടിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്ന സമയത്ത് ചെറിയ ആയുസിന്റെ ഇടയ്ക്ക് ലോകത്തോട് മരിച്ചു പോയല്ല. ഹബീബായ നബി തങ്ങൾ മരണപ്പെട്ടിട്ട് 6 മാസം തികയുന്നതിന് മുമ്പ് നബി തങ്ങളെ കുടുംബത്തിൽ നിന്നിട്ട് ആദ്യമായി മരണപ്പെട്ടു പോയത് ബീബി ഫാത്തിമ. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മരിക്കുന്നതിന്റെ തലേ ദിവസം അതല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഭർത്താവും അത് വലിയാർ തങ്ങളോടും തന്റെ വീട്ടുകാരോടും വിളിച്ചു പറഞ്ഞതെന്തറിയോ? പ്രിയപ്പെട്ടവര്, എന്റെ സമയമെടുക്കാരായി എന്നെ എന്റെ ബാപ്പ വിളിക്കുന്നുണ്ട്. ഞാൻ പലവട്ടവും എന്റെ ബാപ്പ വിളിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടോ. എന്റെ മരണമെടുത്തിട്ടുണ്ട്. പാപ്പ മരിക്കുന്ന സമയത്ത് എന്റെ കാതില് പറഞ്ഞ രഹസ്യമെന്താ? കുഞ്ഞുമോളെ ഫാത്തിമ, നീ കരയല്ല കുഞ്ഞ്. എന്നിലേക്ക് ഞാൻ മരണപ്പെട്ടാൽ ആദ്യമായി ചെന്ന് ചേരുന്നത് നീയാണ് മോള്. കരയല്ല ഫാത്തിമ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. 6 മാസമായി ഇതാ മരിക്കാൻ വേണ്ടി പോവുകയാ. അതിനു മുമ്പ് ഫാത്തിമ ഭർത്താവിനോടും വേണ്ടപ്പെട്ടവരോടും പറഞ്ഞെന്തറിയോ? ഞാൻ രാത്രി മരിച്ചാലും പകല് മരിച്ചാലും. ആര് പറഞ്ഞു? ചെല്ലു നിങ്ങ. ആര് പറഞ്ഞേ? ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഉറക്കെ പറയ്, ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആരോട് പറഞ്ഞേ? ഭർത്താവ് അലിയാർ തങ്ങളോടും വേണ്ടപ്പെട്ടവരോടും പറഞ്ഞു, ഞാൻ രാത്രി മരിച്ചാലും പകല് മരിച്ചാലും എന്റെ മയ്യത്ത് രാത്രി മറമാടണ്. കാരണോ എന്റെ മയ്യത്ത് നാട്ടുകാർ കാണണ്ട. എന്നെ കാണണ്ടെന്നല്ല, എന്നെങ്ങനെ കാണുന്നേ? മരിച്ച മയ്യത്തിന് എന്ത് ഓപ്പണാക്കി കൊണ്ടുവന്നാ? ഒരു തുണിയിലല്ല 3 തുണിയിൽ ചുരുട്ടിട്ട് ആ മറ്റേ കേക്കില്ലേ, എന്ത് കേക്ക്? ആ കടയും കൊടിയും ചുറ്റി കേക്ക്.
പിന്നെ എങ്ങനെ കാണുന്നത്? തൊലി വെളുപ്പ് കാണോ? എന്നെ നിങ്ങൾ രാത്രി മരിച്ചെങ്കിലോ പകല് മരിച്ചെങ്കിലോ എന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് മറമാടാൻ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് രാത്രി തന്നെ. എന്തേ അറിയോ? എന്തേ? എല്ലാരും പീടിയെല്ലാം ബന്ധാക്കിയിട്ട് ബജാറെല്ലാം ബന്ധാക്കിയിട്ട് വരും. അപ്പൊ ആൾക്കാർ കൂടും ചൊല്ലിട്ടാ അല്ല, എന്റെ മയ്യത്ത് കൊണ്ടുവന്ന് നാട്ടുകാർ കണ്ടണ്ടാ. എനക്കത് ഇഷ്ടല്ല. ഞാനൊരു പെണ്ണല്ലേ. അൽമറാത്തു കുല്ലുഹാ, പെണ്ണ് മുഴുവനും ഔറത്തല്ലേ. അത് അണ്ണാച്ചിന്റെ മുമ്പിൽ അങ്ങനെ തുറന്നു കാട്ടാനുള്ളതല്ല പെണ്ണ്. കണ്ടവന്റെ മുമ്പിലെല്ലാം വിഷയം പറയാൻ നിൽക്കേണ്ടവളല്ല പെണ്ണ്. ഇന്ന് വേണമെങ്കിൽ ഞങ്ങളെ പെണ്ണുങ്ങ മുണ്ടാ തന്നെ മാപ്പിള്ളല്, പിന്നെ എല്ലാരിലും ഉണ്ടെന്ന് വളവളാണ്. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളും അങ്ങനെ. നാട്ടുകാരിലെല്ലാം ഉണ്ടെന്നു ഓളെ തന്നെ മുണ്ടാത്ത പരക്കെത്തിയിട്ട് അപ്പൊ ബുദ്ധു പോലാക്കുന്നത്. നിങ്ങൾ ചിരിക്കുന്നെന്തേ? രണ്ടും കണക്കെ. ആ കിടാക്കളെ എതിർക്ക കടത്തണ്ട. വോളണ്ടിയർമാർ ബാഡ്ജ് കുത്തിയെങ്കിൽ മതിയാവല, ശ്രദ്ധിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞ? ഞമ്മ പുറത്തെല്ലാം നല്ലോറല്ലേ? അല്ലേ അല്ലേ? എന്ത് വിഷയം, എന്ത് പുളിപ്പ്, എന്ത് മധുരം, എന്ത് ഫ്രണ്ട്ഷിപ്പ്, എന്ത് ചങ്ങായിപ്പാട് മംഗളത്തിന്റെ പേരിലും ഏടിയും. ഇനി റോട്ടിൽ പോകുമ്പോ ആരും ഒരു അപ്പുറപ്പുറം സൈക്കിൾ മറിച്ചിട്ട് വീണെന്ന് തന്നെ വെച്ചോ, പാഞ്ഞിട്ട് പോയിട്ട് ഏറ്റിട്ടല്ലായി. എന്തായി ആംബുലൻസ് വിളിപ്പിക്കണം, എന്റെ വണ്ടി ഉണ്ട്, ഇപ്പൊ എന്നെ കൊണ്ടോണേ, ഇവിടെ തന്നെ പോണേ, പൈസ ഇല്ലേ, പൈസ വേണം. ഇതാ അവിടെ സ്വഭയ്ക്ക് ചാറിച്ച് വീണ് വിളിച്ച് കൊണ്ട് എന്തായിട്ട് കാലായി എനിച്ചിട്ട് പോവാ. ഈ ചെല്ലിട്ട് വന്നും കൂടെ ബമ്പനാന്ന് റോഡ് സൈഡിൽ ആശുപത്രി കൊണ്ടുപോകണം, ആംബുലൻസ് വേണം. നീ നാട്ടുകാർക്ക് ബമ്പായിട്ട് ഉള്ളിൽ മാരിയായിട്ട് എന്തു കൊണോ ഊരിക ഉപ്പക്കാരി മനക മാരി ഈ നാറി ഇവനാ മാപ്പിള ആണോ? ഞമ്മ നന്നായിട്ട് പരലുള്ളില് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ സ്വന്തം അഹ്ലുകാർക്ക് നല്ലവരാണ്, നാട്ടുകാർക്കല്ല. നാട്ടിലെന്നെ കാണുമ്പോ പ്രസിഡന്റ് എല്ലാം ആക്കാൻ തോന്നും, കാളിയാക്കാന്നെല്ലാം തോന്നും. എന്നെ നിങ്ങൾക്ക് ശരിക്ക് കാളിയാക്കാൻ പറ്റോ ഇല്ലെന്ന് അറിയണമെങ്കിൽ എന്റെ ഓളല് പോയിട്ട് കേട്ടോ. അവിടെ നല്ലത് ചെല്ലിയ പാസ്. നാട്ടുകാരെല്ലാം ചെല്ലും, ഉസ്താദ് അപ്പൊ അയാളില്ലേ അള്ളാഹുള്ള സ്വത്ത് കല്ല്, അത് അജറുള്ള സ്വത്ത് കല്ല അല്ലെ എറിഞ്ഞിട്ട് പൊട്ടിക്കേണ്ട കല്ലാന്ന് അറിയണമെങ്കിൽ പരല് പറ്റി കേട്ടോളണം. അവിടെയാണ് നല്ലവനാകേണ്ടത്, നാട്ടിലല്ല, മംഗല പന്തലല്ല, മൈലാഞ്ചിന്റെ ഹാളിലല്ല, സമ്മേളന നഗരിയിലല്ല, പോയി നിന്ന മഹലിലല്ല, മൈക്കന്റെ പോഡിയമിലല്ല, പരലുള്ളിൽ നല്ല ആളാണ്. ഞാനും നിങ്ങൾ അവിടെ നല്ല ആളാണ്. പരന്റെ ഉള്ളിൽ പോയിട്ട് മുണ്ടാട്ടോ ഇല്ല വിഷയം. ബാക്കിയെല്ലാം എല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജ്. നിങ്ങൾ നോക്കി ഏതൊരുത്തി വിളിക്കട്ടില്ല, വിളിച്ചത് കേടുന്നു ആര് എന്തില്ല. ഈ എത്ര മണിക്ക് ബസ്സിന് 4:55 പിന്നെ എനിക്ക് കിട്ടില്ല എന്ന് കണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും, അതിന് അറേഞ്ച്മെന്റ് എല്ലാം ആക്കാം. അവലെ എന്ത് പിരിച്ച് ആണാ പെണ്ണ ആരുമാട്ട് എങ്ങനെ മുണ്ടി നോക്കിയേ, ചന്തത്തിൽ മുണ്ടിട്ടേ അത് കട്ടാക്കുമ്പോ എന്നെ ബിസി വന്നോണ്ടായി നോക്കുമ്പോ ഇത് ഓളെ ഫോൺ എടുത്തിട്ട് എന്റെ ഇപ്പോഴത്തെ സ്റ്റൈലേ അല്ല തമ്മു പിടിച്ചു എന്താ മൊബൈലിന്റെ ഡിസ്പ്ലേ അടക്കം പോയി. സംഗതി രണ്ടാളും ഒരേ വിഷയം കേട്ടേ. അവിടെ എന്ത് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേ? ഊടെ നല്ലാണോ? അവിടെ മമ്പാനായിട്ട് പോണില്ല, ഊടെ നല്ലാണോ? നിങ്ങൾ ചിരിക്കുമ്പോഴൊക്കെ നല്ല ഡൗട്ടാന്ന്, നിങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടുള്ളന്നല്ലേ പറഞ്ഞുള്ളില്. ഞാൻ ഇത് നിങ്ങൾക്ക് ചെല്ലിയ വയലല്ല, ഇത് എനക്ക് ചെല്ലിയതാവല്ലേ, നിങ്ങൾ ബേജാറാക്കിയില്ല. അള്ളാഹു ഞങ്ങളെയും കേട്ടവരെയും നന്നാക്കി തരട്ടെ. ഓളും അങ്ങനെ എടക്കും ഒരടുത്തേക്ക് പോന്നെന്ന് പറയുമ്പോ എന്ത് ചന്തത്തില് പോന്ന, എത്ര നല്ല ചേല് പോന്ന, അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി സുമുഖിയായി അഫ്സറസായി നിൽക്കേണ്ടത് ഭർത്താവിന്റെ മുന്നില്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി. ഇല്ലേ ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, തഖ്വാക്കുള്ള ഒരു തൗഫീഖ് അല്ലാഹ് കൊടുത്ത പിന്നെ
ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യം സൗജത്തുൻ സാലിഹ, നല്ല പെണ്ണിനെ കിട്ടലാണ്. മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ്, തഖ്വാക്കുള്ള തൗഫീഖ് അല്ലാഹ് തന്നു. ഭയങ്കര നിസ്കാരം, നിലപാടും, ഓത്തും ബൈത്തും, ബായിലെപ്പോഴും ദിക്റും കളവ് ജല്ലാല അങ്ങനത്തെ ഒന്നും വിഷയമില്ല. അതിലെ തഖ്വ ചെല്ലെങ്കിൽ അതന്നല്ലേ, അല്ലാണ്ട് മുന്തിരിക്കന്റെ ചാറൊന്നും അല്ലല്ലേ. ഈ നല്ലൊരു തൗഫീഖ് അല്ലാഹ് കൊടുത്തനോ. ആ തൗഫീഖ് കൊടുത്ത പിന്നെ അയാൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഭാഗ്യം പറഞ്ഞ ഡബിളാജി ആവാനുള്ള യോഗമല്ല, മൾട്ടിയാവാനുള്ള ഭാഗ്യമല്ല, 4 പള്ളി കെട്ടിക്കാനുള്ള തൗഫീഖല്ല. പിന്നെ അയാൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖ് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടലാണ്. അത് കിട്ടലാണ് ഏറ്റവും വലിയ തൗഫീഖ്. തഖ്വന്റെ പിറകെ അത് കിട്ടിയ സ്വാലിഹത്തായ പെണ്ണില്ലെങ്കിൽ ആരി സ്വാലിഹത്ത് പേരുള്ളോളാ അല്ല. നടപടി, സംസ്കാരം, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി എല്ലാം ചന്തമുള്ളോള്, മുണ്ടിങ്ങനെ നല്ല മധുരമുള്ള വിഷയം, എന്തെങ്കിലും മാപ്പിള ചെല്ലുമ്പോൾ അനുസരണയോടെ കേൾക്കുന്ന സ്വഭാവം, അവളെ കണ്ടങ്ങനെ അവളെ കണ്ടിട്ടാകുമ്പന്നെ നിന്റെ എല്ലാ ബേജാറും ടെൻഷനും തീരുന്ന്. അതാണ് സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണം. ഞങ്ങളെ കെട്ടിയോളെ കാണുമ്പോ ബേജാറ് തീരുന്നത്, ബേജാറ് കൂടുന്നത്. ചില മാപ്പിളമാറ് പണി തീർന്നിട്ട് ജോലി തീർന്നിട്ട് 4:30 മണിക്ക് ബജാർക്ക് എത്തിയെങ്കിലും ബജാറിന്റെ ബാക്ക് തന്നെ പോരെ എന്നെങ്ങും 9-10 ഫറിൻ്റെ പോകാല ബജാറിലേ ചുറ്റുന്നു. അവിടെ തന്നെ പണ്ടലടിക്കുന്നത് കേൾക്കുമ്പോ എന്റെ തന്നെ ചെല്ലുന്ന ഒരാള് എന്താ പറഞ്ഞാ, ഉസ്താദേ നിങ്ങൾ ചെല്ലേ നല്ല ഭാര്യനെ കാണുമ്പോ സന്തോഷവും ടെൻഷൻ മാറും ഒക്കും. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ ഇപ്പൊ എന്റെ ഓളെ കാണുമ്പോ കാലിന്റെ അടിയിലിട്ട് ഞെരക്കാനാ നടക്കുന്നത്. എന്തേന്ന് കേട്ടോ പോ ചെല്ലെന്ന് പറഞ്ഞ സ്വഭാവം അങ്ങത്തത് പെരുമാറ്റാണ്. അതിപ്പോ നീ ദൂരണ്ടാവോള, ഇപ്പൊ കുറ്റപ്പെടുത്തണ്ടാവള അല്ല, അവൾ അങ്ങനെയുള്ളവളല്ല, നീയും അങ്ങനെയുള്ളവനായത് കൊണ്ടാണ് ആ നിലക്കവളായി പോയത്. ഒന്നാമത്തെ കാരണം നീ തന്നെ. രണ്ടാമത് ഇപ്പൊ നീ കാലിലടിയിലിട്ട് ഞെരക്കണോ കുത്തണോ എന്ന് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കെട്ടുന്നെന്ന് നോക്കണമായിരുന്നു. ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ, അദബും ഗുരുത്തുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ, മതബോധവും മതവിജ്ഞാനവും ഉള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ. ഷഫീഉൽ വറാ റസൂലുള്ളാഹി. നീ അനുസരിച്ചില്ലാലോ, നീ ഓളെ തെറിക്കുന്ന വെളുപ്പ് കണ്ട്, നീ ഓളെ ഐശ്വര്യ റായിന്റെ ചന്തം കണ്ട് എല്ലാം കണ്ടിട്ട് ഓടെയോ ലിങ്കായി, പിന്നെ അതങ്ങനെ കെട്ടുന്നതിലേക്ക് എത്തി. ഇപ്പൊ നീ അനുഭവിക്കുന്നു ഇല്ലേ? ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, അവളും അങ്ങനെ നല്ല പുതിയാപ്പിളെ നീ തെരഞ്ഞെടുത്തില്ലെങ്കിൽ പൊന്നുമോള് മരിക്കുന്നത് വരെ നീ കണ്ണീർ കുടിക്കേണ്ടി വരും. നീ എത്ര പെണ്ണ് കാണുന്നില്ല ഇപ്പൊ തൂങ്ങി മരിച്ചു, ചാടി മരിച്ചു. മിഞ്ഞാന്നല്ലേ 2 കിടാക്കളിയും മരിയിൽ കെട്ടിയിട്ട് ഒരു ഉമ്മ കുളത്തിൽ ചാടി, കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? ഭർത്താവിന്റെ മർദ്ദനം, ഭർത്താവിന്റെ കഠിനമായ ഉപദ്രവിക്കല്. എന്റെ കുടിയനായിരുന്നു എന്നതറിഞ്ഞില്ല. നല്ല ചന്തമുണ്ട്, നല്ല താടിയുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അത് മാത്രം നോക്കിയിരുന്നു, വേറൊന്നും കണ്ടില്ല. കുടി എന്നതാണല്ലോ ഏറ്റവും വലിയ സ്വഭാവം അല്ലേ? അല്ലേ? കുടിയുണ്ട, കഞ്ചാവ് വലിയുണ്ട, പിന്നെല്ലാം പോയി നിസ്കരിച്ചിട്ട് ഔലിയായിട്ടൊന്നും ഗുണമില്ല. അതുകൊണ്ട് ആരോ ഒരാൾ അങ്ങനെ പുതിയപ്പള അങ്ങനെ നോക്കിയാ ചെമ്പാപ്പ് പോലത്തെ ചക്കം മണി പോലുള്ള അല്ലെ? നിങ്ങൾ അറിഞ്ഞ ഫുൾ അറിഞ്ഞ എല്ലാവരും കേട്ടിട്ടായി. ഖത്തീബ് ഉസ്താദിന്റെലും കേട്ട്, നാട്ടുകാരിലും കേട്ട്, എല്ലാവരിലും കേട്ട്. അവനെ പോലത്തെ ചക്ക നാട്ടിലേ ഇല്ലാലോ ഒക്കെ. മാഷാ അല്ലാഹ്. അല്ല നിങ്ങൾ നല്ലോണം അറിഞ്ഞോളി. പിന്നെന്തോ അറിയാനില്ലാന്ന്. പിന്നെ അല്ല ആരോ ഒരാളിച്ചില്ല, അങ്ങനെ ഒന്നും ഇല്ല. ഒരു ബസ് ഇടക്കിടക്ക് കുടിക്കണോ, വേറെ ഒന്നും ഇല്ല. പോയില്ലേ? എല്ലാം പോയില്ലേ? ഒരു ബസ് കുടിച്ചാൽ മതിയല്ലേ? അതല്ലേ ആണ് എല്ലാ പാപങ്ങളുടെയും ഉമ്മയാണ് കുടി. മഹാന്മാരുടെ ജീവിതം അല്ലാഹു തആല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ.